പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 15 മുതൽ 28 വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നു. ലോകാവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ചാണ് ഈ കാലത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത്. ഈശോ പറയുന്നു, ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുകയും ചെയ്യും. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവങ്ങളെ കാണാൻ ഓടി നടക്കരുതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് എന്താണ് വേണ്ടത്? തിരുവചനത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയിലേക്കാണ് നമ്മുടെ നോട്ടവും വിശ്വാസവും ആത്യന്തികമായി നമുക്ക് പോവേണ്ടത്. പെട്ടെന്ന് കേൾക്കുന്ന, പെട്ടെന്ന് അറിയുന്ന ഒരു ഫാന്റസിയുടെ പുറകെ പോകുന്നത് പോലെയല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അത് ഇതാ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറയുമ്പോൾ ഓടിപ്പോകുന്ന കുട്ടികളുടെ മനസ്സോടെ അത്ഭുതങ്ങൾ അന്വേഷിക്കുന്ന ആളുകളെ പോലെ ആവരുത് യഥാർത്ഥ ആത്മീയതയുള്ളവർ. മറിച്ച് ദീർഘകാലം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ, വിശ്വാസത്തിൽ ആഴപ്പെട്ട, വിശ്വാസത്തിൽ ഹൃദയത്തിൽ ബോധ്യപ്പെട്ട അങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പുറത്ത് കാണുന്നത് പലതും കള്ളക്രിസ്തുമാരായിരിക്കുമെന്നുകൂടി ഈശോ മുന്നറിയിപ്പ് നൽകുന്നു. ഒരുപക്ഷെ ഒരു ദിവ്യ മനുഷ്യനായി പ്രത്യക്ഷപ്പെടുകയോ കാണപ്പെടുകയോ ആ രീതിയിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കല്ല നമ്മുടെ മനസ്സ്, ഹൃദയം പോകേണ്ടത്. മറിച്ച് സുവിശേഷത്തിൽ, സഭയിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ നമ്മുടെ കൂടെയുള്ള ആ ദൈവമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ അനുഭവിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമായി കാണേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. തോമാസ് ശ്ലീഹായോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം ആ കല്ലറയിലേക്ക് ഓടിപ്പോയി കണ്ട് വിശ്വസിക്കേണ്ടത് മറിയമായിരുന്നു, ഈശോയുടെ അമ്മ. അത്രയും ഒരു ബന്ധം വേറെ ആർക്കും ഒരുപക്ഷെ ഈശോയോടില്ലല്ലോ. പക്ഷെ മറിയം അവിടെ തന്നെ ഇരുന്നതേ ഉള്ളൂ. കാരണം ഈശോ പറഞ്ഞത് സംഭവിക്കുമെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരിക്കലും കല്ലറയിൽ പോയി ഈശോ ഉയർത്തെഴുന്നേറ്റത് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. അവൾ അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിൽ കണ്ടു. പുറമേയുള്ള കാഴ്ചകളുടെ സൗന്ദര്യങ്ങളിലേക്കും അത്ഭുതങ്ങളിലേക്കുമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്ത ക്രിസ്തുവിലാവണം നമ്മുടെ വിശ്വാസവും നമ്മുടെ ബോധ്യവുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. ശതാധിപന്റെ വാക്കുകൾ നമുക്ക് പരിചിതമാണ്. ഈശോയുടെ വാക്കുകളെ വിശ്വസിച്ച് വീട്ടിലേക്ക് പോയ ആ ശതാധിപന്റെ ഭൃത്യൻ അപ്പോൾ തന്നെ സുഖപ്പെട്ടു. അവൻ വിശ്വസിച്ചത് വീട്ടിൽ പോയി കണ്ടിട്ട് വിശ്വസിക്കാമെന്നല്ല, ഈശോയുടെ വാക്കുകൾ വിശ്വസിച്ചു പോയപ്പോൾ അതിൻ്റെ ഫലം വീട്ടിൽ കിടന്ന രോഗിയായി കിടന്ന ഭൃത്യനുടനെ കിട്ടി. ഹൃദയമാണ് പ്രധാനം, ഉള്ളാണ് പ്രധാനം. ഹൃദയത്തിലെ വിശ്വാസവും ഹൃദയത്തിലെ ബോധ്യവും ആഴപ്പെടുത്തി നമ്മുടെ ലോകാവസാന കാലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയവും ആത്മീയതയും ഒരുക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഈശോ എന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. പുറമേ ഞങ്ങളെ ആകർഷിക്കുന്ന, ഞങ്ങളെ മാടി വിളിക്കുന്ന അത്ഭുതങ്ങളിലേക്കും രസങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും ദൈവിക അനുഭവങ്ങളിലേക്കുമല്ല, ഉള്ളിൽ ശക്തമായി അറിയുന്ന, ബോധ്യപ്പെടുന്ന, കാലങ്ങളെടുത്ത് ഞങ്ങൾ അനുഭവിച്ചറിയുന്ന വിശ്വാസത്തിൻ്റെ ആഴമാണ് ഞങ്ങൾക്കുണ്ടാവേണ്ടതെന്ന് കർത്താവെ അങ്ങ് പഠിപ്പിക്കുന്നല്ലോ. വെളിച്ചത്തിലേക്ക് ഓടിയെടുക്കുന്ന ഈയാമ്പാറ്റകൾ പോലെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസികൾ പോകാതെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അങ്ങയെ അനുഭവിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എന്നും യഥാർത്ഥ വിശ്വാസത്തിൽ അങ്ങയോടുകൂടെ ചേർന്ന് നിൽക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.